ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. ഇന്നത്തെ റെസിപ്പി ദാൽ പാലക്ക് കറി. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ്. നല്ല തിക്ക് ഗ്രേവിയുള്ള കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറി തയ്യാറാക്കാനായിട്ട് പോകാം. പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊരു കുക്കർ വേണം. കുക്കറിലേക്ക് 1 കപ്പ് കടലയുടെ പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കടലപ്പരിപ്പിന് പകരം നമുക്ക് സാമ്പാർ പരിപ്പോ തൂർദാലോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 4 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. ആദ്യത്തെ വിസിൽ വരുന്നിടം വരെ തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കുക. ബാക്കി 3 വിസിലും തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ പ്രഷറെല്ലാം മൊത്തമായിട്ട് പോയതിന് ശേഷം മാത്രം, ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കറിൻ്റെ അടപ്പ് തുറക്കുക. നല്ലതുപോലെ ഇപ്പോൾ കടലപ്പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു തവി വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ലതുപോലെ ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇത് പരുവത്തിലൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് പോകാം. ഇതുപോലെ വാവസ്ഥാരമുള്ള ഒരു കുരുവുള്ള ചീനിച്ചട്ടി പോലെയുള്ള ഒരു പാത്രം വേണം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി ഒരു 10 സെക്കൻഡോളം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് സവാള ഒത്തിരി ഒന്നും മൂപ്പിക്കേണ്ട. ചെറുതായിട്ടൊന്ന് നിറം മാറി ഒന്ന് വാടിക്കെട്ടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അല്ലാതെ ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഇതിന് നല്ലതുപോലെ മുന്നോട്ട് നിൽക്കുന്നത് ഈ കറിയിൽ. നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. സവാള ഒന്നും ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ആവണ്ട. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂണും ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. അഥവാ എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 പച്ചമുളക് ചതച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളെല്ലാം അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിന് വരെ ഒരു 15 സെക്കൻഡോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 കപ്പ് പാലക്ക് കഴുകി കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ കെട്ട് ആണ് ഞാനിപ്പം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ടേസ്റ്റിന് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി മൂടി വെക്കുക. പാലക്കിൻ്റെ ഇലയും തക്കാളി ഇല നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളിയും പാലക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. പാലക്കിൻ്റെ ഇല മാത്രമല്ല തണ്ട് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ തണ്ടും കൂടെ ചേർത്താണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളിയും പാലക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇച്ചിരി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കുന്നുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയൊന്നും പിടിച്ച് കിടക്കാതെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്താണ്. ശേഷം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു 3 മിനിറ്റോളം ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നതിന് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു 3-4 മിനിറ്റ് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയുള്ളൊരു കറിയായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കറി കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റും കൂടെ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കായി കിട്ടും. ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടലപ്പരിപ്പായതുകൊണ്ട് കുറച്ചുകൂടെ കറിയുടെ ചൂടെല്ലാം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കറി നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് തിക്കാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.